വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലെ വൈരാഗ്യം മൂലം തൊയക്കാവിൽ ബംഗാളി യുവാവ് വീടിന് തീവച്ചതിനെ തുടർന്ന് വീട്ടമ്മ വെന്തുമരിച്ചു. മകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 തൊയക്കാവ് കോഴിപ്പറമ്പിലാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത്. പുതുവച്ചോലയിൽ പരേതനായ മുഹമ്മദ് ഭാര്യ 58 വയസ്സുള്ള കുഞ്ഞിപ്പാത്തുമ്മയാണ് വെന്തുമരിച്ചത്. ഗുരുതര പരിക്കുകളോടെ 18 വയസ്സുള്ള മകൾ സീനത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ സ്വദേശി സോജിബുൾ അലി മണ്ഡലിനെ ഗുരുവായൂർ സിഐ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 9 വർഷം മുമ്പ് തൊയക്കാവിലെത്തിയ ബംഗാളി യുവാവ് പാത്തുമ്മയുടെ വീടിനടുത്താണ് ഏതാനും വർഷങ്ങളായി താമസിച്ചിരുന്നത്. മലയാളം സംസാരിച്ചിരുന്ന ബംഗാളി യുവാവ് കുഞ്ഞിപ്പാത്തുമ്മയുടെ വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പാത്തുമ്മയെ ഇടയ്ക്കിടെ സാമ്പത്തികമായി പ്രതി സഹായിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. വീട്ടുകാരുമായുള്ള ബന്ധം വളർന്നതോടെ കുഞ്ഞിപ്പാത്തുമ്മയുടെ മകളെ വിവാഹം കഴിക്കാൻ താൽപര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. വീട്ടുകാർ സോജിബുള്ളിന്റെ അഭ്യർത്ഥന നിരസിക്കുകയും ചെയ്തു. ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. പുലർച്ചെ 2-ന് കുഞ്ഞിപ്പാത്തുമ്മയുടെ വീടിനടുത്തെത്തിയ പ്രതി പരിസരം നിരീക്ഷിച്ചു. തുടർന്ന് സമീപത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ചിരുന്ന മരക്കുതിര എടുത്തുകൊണ്ടുവന്ന് പാത്തുമ്മയുടെ വീടിനടുത്ത് കൊണ്ടിടുകയായിരുന്നു. കുതിരയിൽ കയറി നിന്ന് ഓടിളക്കി കുഞ്ഞിപ്പാത്തുമ്മയും സീനത്തും കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച ശേഷം തീയിടുകയായിരുന്നു. ഉമ്മയും മകളും പുറത്തിറങ്ങി ഓടാതിരിക്കാൻ അടുക്കള വശത്തെയും വീടിന് മുൻവശത്തെയും വാതിലുകൾ പുറത്തുനിന്ന് പ്രതി പൂട്ടിയിരുന്നു. ലൈറ്റ് ഇടാതിരിക്കാൻ വീടിന് പുറത്തെ ബൾബുകൾ പ്രതി മാറ്റിവെക്കുകയും ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു. ഓട് പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വീടിന് തീപിടിക്കുന്നത് കണ്ടത്. നാട്ടുകാർ ഓടിയെത്തി സമീപത്തെ വീട്ടിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ കെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പുറകുവശത്തെ വാതിൽ നാട്ടുകാർ ചവിട്ടിപ്പൊളിച്ചതോടെ പൊള്ളലേറ്റ സീനത്ത് പുറത്തേക്ക് ഇറങ്ങിയോടുകയും ചെയ്തു. കുഞ്ഞിപ്പാത്തുമ്മയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ ആയിരുന്നു. സംഭവം അറിഞ്ഞ് IG TJ ജോസ്, സിറ്റി പോലീസ് കമ്മീഷണർ R നിശാന്തിനി, ACPമാരായ ജയചന്ദ്രൻ പിള്ള, R രാധാകൃഷ്ണൻ നായർ, SI MK രമേശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, പാവറട്ടി.